നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള തീരുമാനം പല വിദ്യാർത്ഥികൾക്കും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിനോടൊപ്പം തന്നെ ഒരു വിദേശ ഭാഷ പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയും ഒരുപക്ഷെ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നതും നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പുതിയതായുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടിയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കും. വളരെ ആശ്വാസകരമായിട്ടുള്ള സംവിധാനം തന്നെ ആയിരിക്കും ഉണ്ടാകുവാൻ ഇടയുള്ളത്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുക മാത്രമല്ല, ഇനിയും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കാൻ അവസരം ഉണ്ടാകുന്നത് പോലും ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ സാഹചര്യങ്ങളെല്ലാം മക്കൾക്ക് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോട് അനുബന്ധമായിട്ട് പുത്രപൗത്രാദികളോടൊപ്പം വികസിത രാഷ്ട്രത്തിൽ താമസിച്ചു വരുന്നവരോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പ്രതിസന്ധികൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും തളരാതെ പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുപക്ഷെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയമായിരിക്കാം, ഈശ്വര ആരാധനകളായിരിക്കാം, അതിനേക്കാളുപരി ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ബന്ധുവിന്റെ ദുരവസ്ഥകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും സാധ്യത കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവര് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വാഹനോപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അതിവേഗതയുള്ള യാത്രയും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി തുടങ്ങി വെച്ചതായിട്ടുള്ള പരിഷ്കരണമായിരിക്കും. ഇതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ജൂൺ മാസം മുതൽ ഇനി വളരെ നേട്ടമുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും ഉണ്ടാവും എന്ന ധാരണയോടുകൂടി തന്നെ പുതിയ പദ്ധതികൾ രൂപീകരിക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അവസരം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സ്വയമേവ ധ്രുവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും അതിന്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കുവാനുള്ള മാനസികമായുള്ള ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പ്രാരംഭത്തിൽ തൃപ്തിയല്ലാത്ത വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും പിന്നീട് ജൂൺ മാസം പകുതിക്ക് ശേഷം മറ്റ് നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. ഒരുപക്ഷെ 2026 ഒടുവിലോ 2027 പൂർത്തീകരിക്കുന്നതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട്, എന്നാൽ അത്ര തന്നെ പണം മുതൽ മുടക്കാത്ത വിധത്തിലുള്ള പദ്ധതികളായതുകൊണ്ട് ഏറ്റെടുക്കുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്.
മാതാപിതാക്കളെ ഇനി ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും അതിന് തക്കവണ്ണം ഉള്ള രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ചികിത്സകൾ പലതും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ചികിത്സ നേടുവാനും ജൂൺ മാസം പകുതിക്ക് ശേഷം ശസ്ത്രക്രിയയ്ക്കും സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ഒരു ബഹുരാഷ്ട്ര സ്ഥാപനത്തിൽ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. ഒരുപക്ഷെ 4-5 മാസം അതിന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും കഴിഞ്ഞ വർഷം മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ജൂൺ മാസത്തിൽ വേണ്ടി വരുവാനിടയുണ്ട്. എല്ലാ കാര്യങ്ങളും രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പുതിയതായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ജോലി സ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധിയാണ് എന്നറിഞ്ഞതിനാൽ ഒരാഴ്ചയോളം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പൊതുവെ സങ്കീർണമാവുമോ എന്ന പലവിധത്തിലുള്ള ധാരണകളുമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം മംഗളകരമായിട്ടും ശുഭകരമായിട്ടും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള അവസരം പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കഴിഞ്ഞ വർഷം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചതിന് ഒരു ആശ്വാസം എന്ന നിലയിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്ന പല സൂചനകൾ കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ജോലിയോട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കാണെങ്കിലൊക്കെ തന്നെ എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം നഷ്ടപ്പെട്ടിട്ടുള്ള പലർക്കും ആ പണം തന്നെ തിരിച്ചു കിട്ടുക എന്നതല്ല, പക്ഷെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഒരു പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും ഭാവിയിലേക്ക് 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ നഷ്ടങ്ങളൊക്കെ നികത്താം എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും ആദ്യം മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാനും ജൂൺ-ജൂലൈ മാസത്തോടുകൂടി വികസിത രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിലും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും ഒരുപക്ഷെ ആധുനിക സംവിധാന പ്രകാരമുള്ള കൃഷി രീതികളായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള സഹായം സുഹൃത്തുക്കളിൽ നിന്ന് വന്നു ചേരും. കൃഷി വകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടുകൂടിയും നിർദ്ദേശത്തോടുകൂടിയും പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ ജോലി ഉപേക്ഷിച്ചും കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് അത്ര ഉചിതവുമല്ല. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മക്കളുടെ സമീപനം അഥവാ ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള ആശയങ്ങൾ, പ്രവർത്തന ശൈലി തുടങ്ങിയവയൊക്കെ തന്നെ മാതൃകാപരമായി തീരുവാനും പലപ്പോഴും ഈ ഒരു മാതൃക സ്വന്തം നിലയിൽ അനുവർത്തിച്ചാലോ എന്ന തോന്നലുകൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം സ്വല്പം കൂടി 1 വർഷത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. കർമ്മനിരതരായവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലി സ്ഥലത്ത് സ്ഥിരം താമസിക്കേണ്ടതായ സാഹചര്യങ്ങളെ വന്നു ചേരും.
ചിലർക്ക് മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണവും മറ്റു ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്ത് സ്ഥിരം താമസിച്ചും കൊണ്ട് ഉള്ള ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അമിതമായുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനും ആശുപത്രിവാസത്തിനും അമ്മയെ പരിരക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും വ്യർത്ഥമായിട്ടുള്ള പല വ്യാമോഹങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനും ദിവസങ്ങളോളം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചതിന്റെ വെളിച്ചത്തിൽ പലരിൽ നിന്നും അപ്രീതികൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണ് ഇതിന് കാരണം എന്ന് ബോധിപ്പിക്കുന്ന പക്ഷം ഈ ഒരു മിഥ്യാധാരണകളെ അതിജീവിക്കാൻ സാധിക്കും. യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാൻ തീരുമാനിക്കും. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ ചിങ്ങമാസത്തിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കൃത്യമായിട്ട് രേഖാപരമായിട്ട് സമർപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഈ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും. ആശങ്ക പല മേഖലകളിലും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും ഈ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും പ്രത്യേക വഴിപാടുകൾ നടത്തുവാനും സാധ്യതയുണ്ട്. ഗൃഹത്തിന് പരിവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം സൗകര്യവും ഒരു മുറി കൂടുതൽ എടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സ്വഭാവവിശേഷത്താൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ജോലിയിൽ നിന്നും പുനർനിയമനം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ കണ്ടെത്തലുകളൊക്കെ സാക്ഷിയാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും തൊഴിൽ മേഖലകളും ഒരേപോലെ വളരെ ശ്രദ്ധയോടുകൂടി ഉള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏതൊരു മാർഗദർശനങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കഫ, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ പ്രകൃതി ഭക്ഷണ രീതിയും യോഗ പ്രാണായാമവും ശീലിക്കാൻ തീരുമാനിക്കും. കീഴ്ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാകും. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തികമായുള്ള നീക്കിയിരിപ്പ് ഉണ്ടാകുവാനിടയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന മേഖലകളിൽ ഏറെക്കുറെ സ്വല്പം ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പലർക്കും തൊഴിൽ മേഖലകളിൽ മിക്ക ദിവസങ്ങളിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് വന്നു ചേരുന്ന പലവിധത്തിലുള്ള അവസരങ്ങളും കഴിഞ്ഞ വർഷം ഏറ്റെടുത്താൽ
ഗുണകരമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കിയതായിട്ടുള്ള പല കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ പോലും ഇനി മുതൽ അതിലൊരു ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിലും സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിലും അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗസ്ഥരുടെ പിൻബലത്താലും പുതിയ ചുമതലകളെ ഏറ്റെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് ജോലി സ്ഥലത്ത് സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരത്തായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനോ കുടുംബാംഗങ്ങൾക്ക് അതായത് ജീവിത പങ്കാളിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള പഠിപ്പതിനു വേണ്ടി സഹായിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് നല്ലൊരു പദവി മറ്റൊരു രാഷ്ട്രത്തിൽ ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് ആ രാഷ്ട്രത്തിലേക്ക് മാറുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, അമിത വേഗതയുള്ള വാഹന ഉപയോഗം, ആ സമയങ്ങളിൽ ഉറക്കം ഒഴിച്ചുള്ള വാഹന ഉപയോഗമൊക്കെ നിർബന്ധമായിട്ട് പിന്മാറേണ്ടതുമാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരസഹായം വേണ്ടി വരുവാനിടവരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി വളരെ ലോക്യത്തോടുകൂടി തന്നെ സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന സങ്കല്പത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവിചാരിതമായിട്ട് ബന്ധുമിത്രോദികളോടൊപ്പം വിനോദയാത്രയ്ക്കോ മറ്റു ചിലർക്ക് പുണ്യതീർത്ഥയാത്രകൾക്കോ സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിനനുസൃതമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ ബന്ധുവിന്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടവരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയും സഹിഷ്ണുതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറവുള്ളത് കൊണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് വിൽപ്പനയിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാനിടവരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളെ കൊണ്ടുവന്നു ചേരും. വൈവിധ്യമാർന്ന വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയവ സകല കാര്യപ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കുവാനിടയുണ്ട്. പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്.
ദീർഘകാല കൃഷി വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സമത്വ ചിന്തയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി പ്രായോഗിക വശം ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടാവുകയും മറ്റ് ഭൂമി വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വാങ്ങുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യത കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും താൽക്കാലികമായിട്ടുള്ള ജോലി ഇതിനു മുൻപ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ജൂൺ മാസം മുതൽ സ്വല്പം കൂടി അവസരങ്ങൾ വന്നു ചേരുവാനും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. ഇതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.